സത്യത്തെ മൂടിവെക്കാം, മറച്ചുവെക്കാം, പക്ഷേ ഒരു നാൾ അത് അതിന്റെ മറ നീക്കി പുറത്തു വരും ഗംഭീർ എന്ന് പറയാതെ പറയുന്നതായിരുന്നു ഇന്നലെ നാം കണ്ട T20 ഇന്ത്യ vs സൗത്ത് ആഫ്രിക്ക. രാജകുമാരന് വേണ്ടി മാറ്റി നിർത്തപ്പെട്ടവന് വേണ്ടി സമയം കണക്ക് ചോദിക്കുന്നത് നമ്മൾ ഇന്നലെ ചണ്ഡീഗഡിൽ കണ്ടു. ഇനിയെങ്കിലും അയാൾക്കൊരു അവസരം നൽകൂ ഗംഭീർ. അഞ്ചാമനോ ആറാമനോ ആയല്ല, അയാളുടെ പൊസിഷൻ ഓപ്പണർ. അങ്ങനെ ഇന്നലെ ചണ്ഡീഗഡിൽ ക്രിക്കറ്റ് അവസാനിക്കുമ്പോൾ ഇന്ത്യ സൗത്ത് ആഫ്രിക്ക പരമ്പര 1-1. ടോസ് നേടി ബൗളിംഗ് തിരഞ്ഞെടുത്ത ഇന്ത്യക്ക് തെറ്റിയോ എന്ന് തോന്നിക്കുന്ന രീതിയിലായിരുന്നു ഇന്നലെ സൗത്ത് ആഫ്രിക്കൻ ബാറ്റിംഗ്. ക്വിന്റൻ ഡീകോക്ക് നയിച്ച സൗത്ത് ആഫ്രിക്ക ഇന്ത്യക്കെതിരെ ഒരു റൺമല തന്നെ ഇന്നലെ ചണ്ഡീഗഡിൽ പടുത്തുയർത്തി. 213-4. ബുംറയും അഷ്ദീപ് സിംഗും ലൈനും ലെങ്ത്തും കിട്ടാതെ നിറം മങ്ങിയപ്പോൾ ഇന്ത്യൻ ബൗളിംഗ് ആഫ്രിക്കയ്ക്ക് മുന്നിൽ തകർന്നടിയുന്നതാണ് പിന്നീട് നമ്മൾ കണ്ടത്. വരുൺ ചക്രവർത്തിയുടെ ഒരു ഒറ്റയാൾ പോരാട്ടം മാറ്റി നിർത്തിയാൽ എടുത്തു പറയാൻ ഒന്നുമില്ലായിരുന്നു ഇന്ത്യൻ ബൗളിംഗിൽ. എന്നാൽ ബൗളിംഗിൽ പോയത് ബാറ്റിംഗിൽ തീർക്കാമെന്ന് കരുതി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യക്ക് തുടക്കത്തിൽ തന്നെ ഗില്ലിനെ നഷ്ടപ്പെടുന്നു. തൊട്ടു പിന്നാലെ സൂര്യകുമാർ യാദവ്. ഇവരുടെ ഈ മോശം പെർഫോമൻസ് തന്നെയാണ് ഇന്ന് ഇന്ത്യൻ ടീം അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നവും. മാർക്കോ ജാൻസന്റെ സുന്ദരമായ ബോളിൽ അഭിഷേക് ശർമ്മയും കൂടാരത്തിലോട്ട് കയറുമ്പോൾ ഇന്ത്യൻ ടോപ്പ് ഓർഡറിന്റെ ഒരു പതനം തന്നെയാണ് പിന്നീട് നമ്മൾ അങ്ങോട്ട് കണ്ടത്. തിലക് വർമ്മയുടെ ഒരു ഒറ്റയാൾ പോരാട്ടം മാറ്റി നിർത്തിയാൽ എടുത്തു പറയാൻ ഒന്നും ഉണ്ടായിരുന്നില്ല ഇന്ത്യൻ ബാറ്റിംഗിൽ പോലും. കഴിഞ്ഞ മത്സരത്തിൽ ഇന്ത്യയുടെ വിജയശില്പിയായ ഹാർദിക് പാണ്ഡ്യയും നിറമങ്ങിയതോടെ ആ റൺമല ഇന്ത്യക്ക് എത്തിപ്പിടിക്കാൻ കഴിയുന്നതിലും എത്രയോ ദൂരേക്ക് പോയിരുന്നു. അങ്ങനെ കളി തീരും മുന്നേ ഒരു തോൽവി ഏറ്റുവാങ്ങിയവന്റെ മുഖം ഇന്ത്യൻ ടീമിൽ ഉടനീളം നമ്മൾ കണ്ടു. അങ്ങനെ 51 റൺസിന്റെ ഒരു വ്യക്തമായ വിജയം സൗത്ത് ആഫ്രിക്കയ്ക്ക്. ഫോം ഔട്ടായ ഈ ടോപ്പ് ഓർഡറിനെ കൊണ്ട് ഇനിയും ഒരു അംഗത്തിന് പോണോ എന്ന് ഏതൊരു ക്രിക്കറ്റ് ആരാധകനും ഗംഭീറിനോട് ഇന്നലെ ചോദിക്കാതെ ചോദിക്കുകയായിരുന്നു. ഇനിയെങ്കിലും ആ സഞ്ജുവിനൊരു അവസരം കൊടുത്തൂടെ? ആരോട് പറയാൻ, ആര് കേൾക്കാൻ? കാത്തിരിക്കാം നമുക്ക് നല്ല തീരുമാനത്തിന് വേണ്ടി. താങ്ക് യു ഗൈസ്.